കോളേജിൽ അവർ പറയുന്നത് അന്ന് വിളിപ്പിച്ചിരുന്നു, പക്ഷേ യാതൊരു വിധത്തിലുള്ള ഹരാസ്മെന്റോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് അവിടെ വിചാരണ നടന്നിട്ടുണ്ട്, ഈ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ ഈ രാവിലെ ഞാൻ ആ പ്രസ്താവന കണ്ടു, ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ഇങ്ങനെ ടി വിക്കാരോട് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ വിളിപ്പിച്ചതായിട്ടും കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ വ്യക്തതയില്ല. പറയുന്നത് റാമില്ല എന്ന് ആദ്യമേ പറയുന്നുണ്ട്. റാം, പിന്നെ ഈ സംഗീത, പിന്നെ മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഒരുപക്ഷെ റാം അല്ലെങ്കിൽ ആരെങ്കിലും അതല്ലെങ്കിൽ റാം ഉണ്ടായിരുന്നിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അതിൽ വിശ്വാസ്യതയില്ല. പുള്ളി പറയുന്ന വാക്കുകളിൽ ഈ പറയുന്ന റാം അവിടെ ഉണ്ടായിരുന്നിരിക്കണം. റാമിനെ രക്ഷിക്കാൻ വേണ്ടി അവർ പറയുന്നതാണ്. പിന്നെ ഈ വിളിച്ചു വരുത്തിയിട്ട് അവിടെ എന്തൊക്കെയാണ് നടന്നെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ആരോപണങ്ങൾ നടന്നിട്ടും റാം ഇപ്പോഴും ഒളിവിലാണ്. രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണോ നടക്കുന്നത്? തീർച്ചയായിട്ടും രക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണ്. ഇതിനിടയിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നശിപ്പിക്കുവാനും അവിടുത്തെ CCTV ക്യാമറകൾ ഇതുവരെയും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രിൻസിപ്പലിന്റെ റൂമിൽ ഒരു CCTV കാണണമെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പോയതാണ് മീറ്റിങ്ങിന്. പിന്നെ ഈ പുറത്തുള്ള CCTVയിൽ ഏതോ ഒരു ദൃശ്യമാണ് ഇപ്പം നിതിൻ അവിടെ നിന്ന് ഇത് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നതായിട്ടുള്ള ഒരു വീഡിയോ രാവിലെ ഇവിടെ ആരോ പറയുന്നത് കേട്ടോ, അങ്ങനെ വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ ഈ പ്രിൻസിപ്പലിന്റെ റൂമിനകത്തും ക്യാമറയുണ്ട്. അപ്പോൾ ആ ക്യാമറയും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, അവിടെ എന്തൊക്കെയാണ് സംഭാഷണങ്ങൾ നടന്നത് എന്ന് വ്യക്തമായിട്ട് അറിയണം. കാരണം ചെറുതായിട്ടൊന്ന് അവനെ പറഞ്ഞ് പേടിപ്പിച്ച് വിട്ട് പോയി നിസ്സാരമായിട്ട് പോയി സൂയിസൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഒരു പയ്യനല്ല നിതിൻ. അങ്ങനെ അതെ, തീർച്ചയായിട്ടും അറിയണം. അവനെ വളരെ എന്തോ തരത്തിൽ മാനസികമായിട്ട് വളരെ ഫീൽ ചെയ്യുന്ന രീതിക്ക് അവനെ ഹരാസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ആയിക്കോട്ടെ. ചിലപ്പോൾ റെഫറൻസ് ആയിട്ട് ചിലപ്പോൾ ടീച്ചറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാകാം. ടീച്ചറിനെ കൊന്നില്ലല്ലോ, അവരുടെ നമ്പറല്ലേ, ഫോണും പേരും പിന്നെ ഫോൺ നമ്പറും അല്ലേ വെച്ചിരിക്കുന്നത് ഫോമിൽ. ഒരു പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഒന്നെങ്കിൽ ടീച്ചറിന് ഞങ്ങളെ വിളിക്കാം. ഈ മീറ്റിംഗ് റൂമിൽ നിതിനെ വിളിക്കുമ്പോൾ ഒരു പക്ഷെ നിതിൻ ഇങ്ങനെ ചെയ്തു, നീ കുറ്റക്കാരനാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ പ്രിൻസിപ്പളും അടുത്തുള്ള ഈ ലത എന്ന് പറയുന്ന മാം അവിടെ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ടുപേർക്കും ഒരു പക്ഷെ ഞങ്ങളെ വിളിക്കാമല്ലോ, ഞങ്ങളെ സഹോദരങ്ങളുടെ നമ്പർ അപ്പോൾ തന്നെ നിതിനോട് ചോദിച്ച് മേടിക്കാം. നിങ്ങളുടെ സഹോദരങ്ങളുടെ നമ്പർ ഇതാ, അല്ലെങ്കിൽ മരുമക്കളുടെ നമ്പർ ഇതാ, നിന്റെ പാരൻസിന്റെ നമ്പർ ഇതാ, വിളിച്ച് ഇപ്പോൾ തന്നെ സംസാരിക്കാമല്ലോ. അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ. ഞങ്ങൾ വിളിച്ചില്ല, അന്വേഷിച്ചില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ അവിടെ വളരെയായിട്ട് മാനസികമായിട്ട് അവന് തളർത്തിക്കളഞ്ഞു. ആ ഒരു വേദനയിലായിരിക്കണം അവൻ പോയിരിക്കേണ്ടത്. അത് ഏത് രീതിയിൽ തളർത്തിയെന്നുള്ള, എന്ത് പറഞ്ഞാണ് തളർത്തിയത്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എൻ്റെ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇന്നലെ DGP ആയിട്ട് ഞങ്ങൾ പോയി മുഖാമുഖം കണ്ടു. അപ്പോൾ പറഞ്ഞ ഒരു വാക്ക് തന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ശക്തമായിട്ട് കേസ് അന്വേഷണം മുമ്പോട്ട് പോകും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് നമ്മുടെ ആ കോളേജിലെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു തീരുമാനം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും മറ്റ് പ്രവൃത്തികളും ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു നല്ലൊരു പുള്ളി അർഹിക്കുന്നുണ്ട് ആ ഒരു ശിക്ഷ. ആ കോളേജിലെന്നല്ല, ഇനി ഒരു കോളേജിലും പോകരുത്. പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ്സ് എല്ലാം തിരിച്ച് റിട്ടേണും ചെയ്യണം. എന്നാൽ മാത്രമേ അതിന്റെ ആ വേദനയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാവുള്ളൂ. അത് അവരുടെ അടുത്ത തലമുറയ്ക്ക്, അയാളുടെ അടുത്ത തലമുറയ്ക്കും അത് അറിയണം, ആ വേദന എന്താണെന്നുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് രാവിലത്തെ വീഡിയോ പ്രിൻസിപ്പൾ സംസാരിച്ചതാണ്. നിതിൻ അവിടെ ഫോൺ വെച്ചിട്ട് പോയി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട് പോകുന്ന ഒരു മണ്ടനല്ല നിതിൻ. അത് അയാൾക്ക് ചിലപ്പോൾ അയാളുടെ മകള് ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷെ നിതിൻ ചെയ്യൂല. അത് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും മേടിച്ചു വെച്ചത് തന്നെയാണ്. മേടിച്ചു വെച്ചിട്ട് അവനെ ഞങ്ങളെ വിളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാക്കി കളഞ്ഞു ആ തെമ്മാടികൾ. അതാണ് അവിടെ സംഭവിച്ചത്. ഞാൻ ഈ പറയുന്ന വിനോദിനെ കുറെ ട്രൈ ചെയ്തതാണ്. ഞാൻ ആ 2 ദിവസം മുമ്പ് വിളിച്ച് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചേനെ. അവിടെ എന്താ സംഭവിച്ചെന്നുള്ള വ്യക്തമായിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയേനെ. പുള്ളി പറയുമെങ്കിൽ ചിലപ്പോൾ പറയും, പക്ഷെ എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാണ്ടായിരുന്നു. അത് വിളിച്ച് എനിക്ക് കിട്ടിയില്ല. ഫോൺ വിളിച്ചിട്ട് എനിക്ക് ഈ ലതാകുമാരി ലത എന്ന് പറഞ്ഞാൽ മാഡത്തിന്റെ നമ്പർ കൂടി തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരം. അറ്റ്ലീസ്റ്റ് അവർ നല്ല ടീച്ചറാണെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. കാര്യം ഇതിന് അങ്ങനെയൊക്കെയാണ് ഞങ്ങളോട് പറയാറ്. അപ്പോൾ അത്രയും നല്ലൊരു ടീച്ചർ, അവനെ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ, ഒരുപക്ഷെ അവൻ ഒരു തെറ്റ് ചെയ്തു, അത് ആ രീതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളെയല്ലേ വിളിക്കേണ്ടേ? നിങ്ങളുടെ മകൻ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു, അത് ഞങ്ങളോട് പറയണ്ടേ, അറിയിക്കണ്ടേ? ഈവൻ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടാണ് ഞങ്ങളെ, ഈവൻ അങ്ങനെയും കോൺടാക്ട് ചെയ്യാമല്ലോ. പ്രിൻസിപ്പലിനെ അറിയിച്ചു, ശരി, സ്വാഭാവികം. മാനേജ്മെന്റ് അറിയിച്ചിട്ടാണെങ്കിൽ പോലും ഞങ്ങളെ വിളിക്കാം, അങ്ങനെയും ചെയ്യുന്നില്ല.
അതുകൊണ്ട് എനിക്ക് ഈ ലത എന്ന് പറയുന്ന മാഡത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വേണം. കൃത്യമായ അന്വേഷണം അവരിലേക്കും പോകണം. ഇനി ഈ ലത എന്ന് പറയുന്ന ടീച്ചറാണോ ഇനി അവനോട് മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന തളർത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് ഞങ്ങൾക്ക് അറിയണം എന്താണെന്നുള്ളത്. അവിടെ CCTV ഉണ്ട്, അതിന്റെ റെക്കോർഡിങ്സ് എല്ലാം ഞങ്ങൾക്ക് വേണം, അവിടെ എന്താ നടന്നുള്ളതല്ല. കേസ് വഴിതിരിക്കാനുള്ള സംവിധാനം ഒരു കാണുന്നുണ്ട് ലോണിന്റെ വിഷയം പറഞ്ഞു. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ലോണിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ ആ രീതിയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കേസ് വഴിതിരിച്ച് ഇത് ലോൺ ആപ്പിന്റെ ഒരു സാധാരണ വിഷയം എന്നത്തെയും പോലെ ലോണിലൂടെ സംഭവിച്ച ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ അളവിൽ 80% 90% കുട്ടികൾ ലോണിലാണ് പഠിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഒരു മിഡിൽ ക്ലാസ് പോലും ഒന്നും പറയാൻ പറ്റത്തില്ല, അതിലും താഴെയുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല പ്രാരാബ്ദങ്ങളുണ്ടാവും. വീടിന്റെ വാടക, റെന്റിലായിരിക്കും ചിലപ്പോൾ അവർ താമസിക്കുന്നത്, അവരുടെ മാതാപിതാക്കളുടെ ചികിത്സ, മറ്റ് അച്ഛന് ജോലിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ കാര്യങ്ങൾ നടന്നു പോകണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ബാങ്കോ മറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങളോ തരാത്ത എമൗണ്ട് ചിലപ്പോൾ ലോൺ ആപ്പിനെ ആശ്രയിക്കേണ്ടിയിരിക്കും. ഞാൻ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് ലോണുകൾ. ചിലത് കൃത്യമായി നമ്മൾ അടയ്ക്കും, നമ്മൾ അല്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും നമ്മൾ അടയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെയല്ലേ ഒരു സാധാരണ ഒരു കുടുംബം ചെയ്യുന്നത്. ഇനി ഒരു 20,000 ഈ ലോണിന് അല്ലെങ്കിൽ 19,000 ഈവൻ 1 ലക്ഷം രൂപയുടെ ലോൺ എന്ന് പറഞ്ഞാൽ പോലും അത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വഴിക്ക് അത് ചെയ്യാൻ സാധിക്കും. അത് അവന് നന്നായിട്ട് അറിയാം. ഒരിക്കലും അവൻ അങ്ങനെ ഇതിന്റെ പേരിൽ ഒരു പൈസ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് അവൻ സൂയിസൈഡ് ചെയ്തില്ല. അവൻ അങ്ങനെ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തുകൊണ്ട് അവനെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ പ്രിൻസിപ്പളോ ഈ പറയുന്ന റാമോ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഈ പറയുന്ന ലതയുമാകാം. ഇപ്പോൾ ഞാൻ അങ്ങനെയും സംശയിക്കുന്നു. ഇപ്പൊ ഈ പറയുന്ന പേരുകളും ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംശയം വന്നത് കാരണം, ഈ സ്റ്റേറ്റ്മെന്റ് കാരണം എനിക്ക് പറയാനുള്ളത് ഈ ലതയും കുറ്റക്കാരി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ.